ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ഇന്തോനേഷ്യൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ബോർഡർലെസ് ഫോഗ് എന്ന് പറഞ്ഞിട്ട് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മലേഷ്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും ഇടയിലുള്ള ആ ഒരു ബോർഡർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം. എപ്പോഴും മൂടൽ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ആ ഒരു ഗ്രാമത്തിലെ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു ലേഡി ഡിറ്റക്റ്റീവ് ഗ്രാമത്തിൽ നിന്നും കിട്ടുന്ന മരിച്ച ഒരാളുടെ ശരീരം കണ്ടുപിടിക്കുമ്പോൾ ശരീരം മറ്റൊരാളുടെയും തല മറ്റൊരാളുടെയും. ഇതിനെല്ലാം കാരണം എന്താണ്? ചിലർ പറയുന്നു ഈ ഒരു ഗ്രാമത്തിലെ പ്രേതങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. സത്യത്തിൽ ഇത് പ്രേതങ്ങളാണോ ചെയ്യുന്നത് അതോ മനുഷ്യരാണോ ചെയ്യുന്നത് എന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവസാനം വരെ നമ്മൾ ത്രില്ലടിപ്പിച്ച് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുമല്ല, നിങ്ങൾ ആരും ലൈക്ക് അടിക്കുന്നില്ല, അടിക്കുന്നുണ്ട് കുറച്ചുപേര് മാത്രം. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നിരാശപ്പെടുത്താൻ പോകുന്നില്ല. അതുകൊണ്ട് മറക്കാതെ നിങ്ങൾ ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തി എനിക്ക് ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാനായിട്ടൊരു പ്രചോദനമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയാനില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്തോനേഷ്യൻ മലേഷ്യൻ ബോർഡറിലെ ആ ഒരു ഗ്രാമം എപ്പോഴും മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമം. അവിടെ വലിയ ഈന്ത പനകളുണ്ടല്ലോ, അത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും ബോർഡറിന് നടുവിലായിട്ട് ഒരു ചെറിയ ചായക്കടയുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വരുന്നവർ എല്ലാവരും അവിടെയാണ് വന്ന് ചായ കുടിക്കുന്നത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് ഈ ഒരു ചായക്കടയുടെ മുകളിൽ ആ ഒരു ഷീറ്റിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഷീറ്റിന് മുകളിൽ നിന്നും എന്തോ താഴെ വന്ന് വീഴുന്നതും കാണിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ഒരു മരിച്ച ആളുടെ ശരീരമാണ്, അതും ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ. അങ്ങനെ കടയിലുള്ള എല്ലാവരും അടുത്തേക്ക് വന്നിട്ട് ഇതാരാണെന്ന് അറിയാൻ വേണ്ടി അയാളുടെ ശരീരം പിടിച്ചു മാറ്റുന്നതും പെട്ടെന്ന് തന്നെ അയാളുടെ തല മാത്രം ഉരുണ്ട് താഴേക്ക് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് പോലീസ് വരുന്നു. അതേസമയം തന്നെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു ഡിറ്റക്റ്റീവും ഈ ഒരു നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, അവളുടെ പേര് സഞ്ജ. അതേസമയം തന്നെ ഈ ഒരു ബോഡി കിടക്കുന്നിടത്ത് ഈ രണ്ട് രാജ്യങ്ങളിലെയും പോലീസ് വന്നിട്ട് ഈ ഒരു കേസിന്റെ ചുമതല ആരാണ് ഏറ്റെടുക്കേണ്ടതെന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്തോനേഷ്യയിലെ ആ ഒരു പോലീസുകാരൻ പറയും, ഇത് നിങ്ങളുടെ പോലീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ യൂണിഫോമാണ്. അപ്പോൾ ഈ ഒരു ഇന്തോനേഷ്യൻ പോലീസ് പറയും, അല്ല അതിപ്പോ മലേഷ്യയിലും വാങ്ങാൻ കിട്ടുമല്ലോ, ബോഡി കിടന്നത് ഈ ഒരു ഭാഗത്തായതുകൊണ്ട് ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഈ ഒരു കേസിനെ പറ്റി ഞങ്ങൾ തന്നെ അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇന്തോനേഷ്യൻ പോലീസ് ഈ ഒരു കേസ് ഏറ്റെടുക്കാണ്. അതുമല്ല, ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി ജക്കാർത്തയിൽ നിന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നതും ഇത് നമ്മുടെ ഹീറോയിനെ പറ്റി തന്നെയാണ് ആ ഒരു പോലീസുകാരൻ അടുത്ത് നിൽക്കുന്ന ആ ഒരു പോലീസുകാരനോട് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ഇവിടേക്ക് വരുന്നതും ഹീറോയിന്റെ കണ്ണിലാണെങ്കിൽ ഒരു ചുവന്ന ഗ്ലാസ് വെച്ചിട്ടുണ്ട്, സൺഗ്ലാസ്. വേറെ ഒന്നല്ല, അവളുടെ കണ്ണുകൾ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് വെയിൽ സമയത്ത് അവൾ ഉപയോഗിക്കണം. അങ്ങനെ അവളായാലും ആ ഒരു മോർച്ചറിയിലേക്ക് കയറി വരുമ്പോൾ ആ ഒരു പോലീസുകാരനായാലും അവളെ സ്വാഗതം ചെയ്തിട്ട് ഇപ്പോഴാണ് ആ ഒരു പോലീസുകാരൻ ഈ ഒരു ബോഡിയെ പറ്റി പറയുന്നത് ശരീരം മറ്റൊരാളുടെയും തല മറ്റൊരാളുടെയാണ്. ഇപ്പൊ ഈ ഒരു തല ആരുടേതാണെന്ന് വെച്ചാൽ തോറിക്കെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരന്റെ ആണ്. അതിർത്തിയിൽ കാവൽ നിൽക്കുന്നതാണ് ഇയാളുടെ ജോലി. അപ്പൊ ഈ ഒരു ബോഡി ആരുടേതാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് അടുത്ത് നിൽക്കുന്ന ആ ഒരു പോലീസുകാരൻ, അവന്റെ പേര് തോമസ് എന്നാണ്. അപ്പോൾ തോമസ് പറയും അതൊരു ദയക് പ്രവർത്തകന്റെ ആണ്, ആറാഴ്ച മുമ്പ് അയാളെ കാണാതായെന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നു, അവന്റെ പേര് ജോവിങ്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല അവനാണെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ തോമസ് പെട്ടെന്ന് തന്റെ ഫോണിലുള്ള ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടാണ്, ദയക് എന്ന് പറഞ്ഞ ഈ ഒരു ജനതയ്ക്ക് മാത്രമേ ഇതുപോലെ ടാറ്റുകളുള്ളൂ, അതുമല്ല അവന്റെ ഷർട്ടില്ലാത്ത ചിത്രം വ്യാപകമായിട്ട് ഈ ഇടയ്ക്ക് പ്രചരിച്ചിരുന്നു, അതുകൊണ്ടാണ് അവനാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അപ്പോഴേക്കും ആ ഒരു പ്രധാന പോലീസുകാരൻ ഹീറോയിനോട് പറയും, തോമസ് നീ എന്തായാലും ഡിറ്റക്റ്റീവ് സഞ്ജയിനോടൊപ്പം നിൽക്ക്, എനിക്ക് കുറച്ച് പേപ്പർ വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ വെളിയിലേക്ക് പോകുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഒരു ഡോക്ടർ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ചോദിക്കുന്നത്, ഓക്കെ കൂടുതൽ വിവരങ്ങൾ പറയാൻ പറയുമ്പോൾ മരിച്ച ആളുടെ ശരീരത്തിൽ നിന്നും ഇതേപോലെ വളങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു പനത്തോട്ടത്തിൽ നിന്നുള്ള വളങ്ങളാണ്. അതുമല്ല, മരിച്ചതിന് ശേഷമാണ് ഈ ഒരു തല അയാളുടെ ശരീരത്തിൽ നിന്ന് മറുത്തു മാറ്റിയിട്ടുള്ളത്. കൂടാതെ തലയുടെ പുറകു ഭാഗത്ത് എന്തോ കൊണ്ട് നല്ലതുപോലെ ഇടിച്ചതുപോലെയും കാണുന്നുണ്ട്. അപ്പോഴേക്കാണ് കാണിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു മോർച്ചറിക്ക് വെളിയിലായിട്ട് കുറച്ച് പേര് ഇങ്ങനെ കൂടി നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, മരിച്ച ജൂവങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശരീരത്തിന്റെ ആളുണ്ടല്ലോ, അയാളുടെ ബന്ധുക്കളും ഭാര്യയൊക്കെയാണ്. അപ്പോൾ അയാളുടെ ഭാര്യയും സഹോദരനും പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നിട്ട് അത് അവരുടെ ഭർത്താവിന്റെ ശരീരമാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവര് പറയും ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങളാണെന്നെല്ലാം പറഞ്ഞിട്ട് പോലീസുകാരെ കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു ബോഡി കിട്ടിയല്ലോ ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാണ്, ഈ ഒരു ബോർഡർ സ്ഥലത്തേക്ക്.
അതുമല്ല ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞിരുന്നു ഈ ഒരു ശരീരങ്ങൾക്ക് 1 മാസത്തെ പഴക്കമുണ്ടെന്ന്. അതുവരെയും ഇത് എന്തോ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 17 രാത്രിയാണ് മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നതെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്നിട്ട് ഇതിന്റെ മേൽക്കൂരയിലിട്ടു. പക്ഷേ അതെങ്ങനെ സംഭവിച്ചെന്നാണ് ഇവർക്ക് അറിയാത്തത്. അങ്ങനെ ഹീറോയിനായാലും ആ ഒരു ഷോപ്പിനടുത്തേക്ക് ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്, അല്ല ആ ഒരു മരത്തിന് മുകളിൽ എന്തെങ്കിലും പരിശോധിച്ചോ, ചിലപ്പോൾ ശരീരം അവിടെ കെട്ടിത്തൂക്കിയിട്ടതാണെങ്കിലോ. കാരണം ആ ഒരു ഷോപ്പിന് നടുവിലായിട്ട് തന്നെ ഒരു വലിയ മരം നിൽപ്പുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഹീറോയിനും തോമസും ഇതിനടുത്തുള്ള വലിയൊരു മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ട്. അവിടെ കാല് വയ്യാത്ത ഒരാളാണ് ഈ ഒരു ചായക്കട നടത്തുന്നത്. അയാളുടെ പേര് ബൂജാങ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടേക്ക് ചെന്നിട്ട് അയാളോട് ചോദിക്കും, അല്ല ജൂലൈ 17 നിങ്ങളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തോമസ് പെട്ടെന്ന് മരിച്ചുപോയ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഈ ഒരാൾ ആ ഒരു സമയത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വന്നിരുന്നു, അവൻ ഇപ്പോഴും ഈ ഒരു സ്ഥലത്തോടെ ഇങ്ങനെ പോവും. പിന്നെ ഇവിടെ അടുത്തൊരു മദ്യ ഷോപ്പുണ്ട്, അവിടെയും ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവൻ മാത്രമല്ല എല്ലാവരും ഇവിടെ പോകാറുണ്ട്. അപ്പോൾ തോമസ് ചോദിക്കും, അല്ല അവനൊരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ കമ്മ്യൂണിസ്റ്റ് ആണ്. ഒരു തവണ കമ്മ്യൂണിസ്റ്റ് ആയി കഴിഞ്ഞാലേ എപ്പോഴും ആ ഒരാൾ കമ്മ്യൂണിസ്റ്റ് തന്നെയായിരിക്കും എന്നാണ് അബാങ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ആരാ ഈ അബാങ്? ഓ അബോങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രേതമാണ്. എന്നിട്ട് അയാൾ ചിരിച്ചുകൊണ്ട് ഇവർക്ക് കാപ്പി ഇടാനായിട്ട് ഇങ്ങനെ പോവും. അപ്പോഴേക്കാണ് ഹീറോയിൻ താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഈന്തപ്പനകളുണ്ട്. ഹീറോയിൻ ചോദിക്കും, ഇത് ഇവിടെ ഒരുപാട് നാളായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ഫാക്ടറി കെട്ടാനായിട്ട് തീരുമാനിച്ചിരുന്നു. പക്ഷേ അഴിമതിയും മറ്റും കാരണം അത് പൂർത്തിയാകാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഹീറോയിൻ, ഓക്കെ നിങ്ങൾ പറയുന്ന ഫാക്ടറിയാണോ അതെ ദൂരെ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ മേഡം അത് തന്നെയാണ്. പക്ഷെ ഇപ്പൊ അതൊരു പ്രേത നഗരമാണ്, ആർക്കും അവിടേക്ക് പോകാൻ പോലും കഴിയത്തില്ല. മാസത്തിൽ 1-2 തവണ അവിടെ പ്രേതങ്ങളുടെ ശബ്ദം കേൾക്കാം, കൂടുതലായും പെൺകുട്ടികളുടെ ശബ്ദം. കമ്മ്യൂണിസ്റ്റുകാരാൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ശബ്ദമാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അവസാനമായിട്ട് എപ്പോഴാണ് കേട്ടത്? എനിക്ക് നല്ലതുപോലെ ഓർമ്മയില്ല. ഓക്കെ അത് പൂർണ്ണചന്ദ്ര ദിവസമായിരുന്നു എന്ന് പറയുമ്പോൾ തോമസ് പറയും, പൂർണ്ണചന്ദ്ര ദിവസവും അന്നേതെങ്കിലും പന്നികൾ കരഞ്ഞതുപോലായിരിക്കും, നമ്മൾ നല്ലതുപോലെ നോക്കിയാലല്ലേ അറിയാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം തോമസ് അവന് വിശ്വാസമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ അയാളോട് യാത്ര പറഞ്ഞ് ഇവർ പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു ചായക്കടക്കാരൻ പെട്ടെന്ന് വന്നിട്ട്, മേഡം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ നമ്പർ എങ്ങനെയാ കിട്ടേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ കാർഡ് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഇവർ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും തോമസ് ഫോൺ എടുത്ത് കാണിച്ചിട്ട്, മേഡം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ആ ഒരു മരം പരിശോധിച്ചിരുന്നു, അതിന് മുകളിലെ കൊമ്പൊടിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൃതദേഹം അവിടെ തന്നെയാണ് കെട്ടി തൂക്കിയിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം? രണ്ടുപേരുടെ ശരീരഭാഗങ്ങൾ ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യം? അപ്പോൾ ഹീറോയിൻ പറയും, ഒരുപക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും, അതെന്തായാലും നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ ആ ഒരു മരിച്ച പട്ടാളക്കാരനുണ്ടല്ലോ അവരുടെ ആ ഒരു ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ഒരു ഓഫീസർ നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട്, നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഈ ഒരു കേസിൽ ഞങ്ങളുടെ ആളുകൾ എന്തായാലും നിന്നെ സഹായിക്കുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ ജോലിയല്ല സാർ, അതെന്റെ ജോലിയാണ്, അത് ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്നതും ആ ഒരു ഓഫീസറിനെ നമ്മുടെ ഹീറോയിനെ നല്ലതുപോലെ തന്നെ അറിയാൻ തോന്നുന്നു. അയാൾ നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ നല്ലതുപോലെ തന്നെ നോക്കാൻ, കാരണം കഴിഞ്ഞ തവണ നീ ചെയ്ത ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് ഹീറോയിനെ ഭീഷണിപ്പെടുത്തുന്ന പോലെ എന്തോ ഒരു കാര്യം സംസാരിച്ചിട്ട് അയാൾ പെട്ടെന്ന് അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. പക്ഷെ അതെന്താണെന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ കാടിനുള്ളിൽ ഏതോ ഒരാളുടെ തല മാത്രം ഇങ്ങനെ വെട്ടിവെച്ചേക്കുന്നു, അതും ഒരുപാട് പഴക്കമുണ്ട്. അപ്പോഴേക്കും ഒരാൾ അവിടേക്ക് വന്നിട്ട് അവിടെ ഒരു കുഴിയെടുത്ത് അത് കഴിഞ്ഞ് ഈ ഒരു തലയുണ്ടല്ലോ അതെടുത്തോണ്ട് വന്ന് ആ ഒരു കുഴിയിലേക്കിട്ട് പെട്രോൾ എല്ലാം ഒഴിച്ചിട്ട് ആ ഒരു തല അങ്ങ് തീയിട്ട് കത്തുകയും ചെയ്യാണ്. പക്ഷെ ഇതാരാണ് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ ടൗണിലേക്ക് വന്ന് ഒരുപാട് സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ ഒരു ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി തന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ലെറ്റർ ഇങ്ങനെ വെച്ചേക്കുന്നു. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ വേറെ ഒന്നുമല്ല, മരിച്ചുപോയ ആ ഒരു ഇന്തോനേഷ്യൻ പൗരനുണ്ടല്ലോ അയാളുടെ ശരീരം മാത്രമാണ് ഇവിടെ മലേഷ്യയിൽ ഇരിക്കുന്നത്. ആ ഒരു ശരീരം അവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി അയച്ച ഒരു കത്താണ്. അപ്പൊ ഇതും കൊണ്ട് ഹീറോയിൻ നേരെ ആ ഒരു മലേഷ്യൻ പോലീസിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, സാർ നിങ്ങൾ എന്തുകൊണ്ടാ ഇതിനെതിരെ ഒരു നടപടി എടുക്കാഞ്ഞ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഇത് നോക്ക് സഞ്ജ, പ്രോട്ടോകോൾ അനുസരിച്ച് ഈ ഒരു ലെറ്ററിന് ഒരു അധികാരവും ഇല്ല, അതുകൊണ്ടാണ് ഇത് വളരെ കാര്യമാക്കാതെ എടുത്തത് എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ അവിടെ നിന്നും മലേഷ്യൻ ബോർഡറിലേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന് ആ മലേഷ്യക്കാരനായിട്ടുള്ള ജൂവിങ് എന്ന് പറഞ്ഞിട്ട് അയാളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അവിടെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു മലേഷ്യയിൽ തന്നെ ഒരു റെസ്റ്റോറന്റിലേക്ക് കയറിയിരുന്ന് ആഹാരം എല്ലാം കഴിക്കുന്ന സമയത്താണ് അവിടെ ഒരു ലേഡി വന്നിട്ട് അവരുടെ കൂടെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്, കൂടുതലും പെൺകുട്ടികളാണ്. അവരിവിടെ ഇരുന്നെല്ലാം ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു സംശയം കൊണ്ട് അവിടെയുള്ള ഒരു പെൺകുട്ടിയോട് ചോദിക്കും, അല്ല നിങ്ങളിവിടെ സ്ഥലം കാണാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഞങ്ങളിവിടെ ജോലി ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഹീറോയിൻ പറയും, എന്റെ പേര് സഞ്ജ, അല്ല നിങ്ങളിവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞങ്ങളിൽ പലരും പല ജോലികളും ചെയ്യുന്നുണ്ട്, തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള റെസ്റ്റോറന്റുകളിൽ ജോലി ചെയ്യും, പക്ഷെ ഇത് സുരക്ഷിതമാണ്,
അബോങ്ങാണ് നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നത് എന്നെല്ലാം ആ ഒരു പെൺകുട്ടീനെ പറയാണ്. അതും എല്ലാവരും ചെറിയ പെൺകുട്ടികളാണ്. അതേസമയം അവിടെ നിന്ന് ആ ഒരു ലേഡി പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു പെൺകുട്ടികളെല്ലാം വിളിച്ച് ഹേയ് ബാ നമുക്ക് പോവാന്നും പറഞ്ഞ് അപരിചിതരോട് ഇങ്ങനെ സംസാരിക്കരുത്, അത് വലിയ തെറ്റാണെന്നെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാവരെയും അടുത്തുള്ള ഒരു വാനിൽ കയറ്റി അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇന്തോനേഷ്യൻ മലേഷ്യൻ ബോർഡർ ഉണ്ടല്ലോ അവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് സിലാസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മലേഷ്യക്കാരനായിട്ടുള്ള ആളുടെ സഹോദരനുണ്ടല്ലോ അവനിപ്പോ ഈ ഒരു ബോർഡറിനടുത്തേക്ക് വന്ന് ഈ തടികളെല്ലാം ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് എനിക്കത് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ആ പോലീസുകാർ അതിന് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് പേരെ നല്ലതുപോലെ അടിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യൻ പോലീസ് നേരെ അവരുടെ അടുത്തേക്ക് വന്നിട്ട് സിലാസിനെ ഞങ്ങൾക്ക് കാണണമെന്ന് പറയുമ്പോൾ അതൊരിക്കലും കഴിയത്തില്ല, അവൻ ആ ഒരു തടി എടുക്കാനാണ് അവിടേക്ക് വന്നത്, അതുമല്ല ഞങ്ങളുടെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവനെ വിടാനായിട്ട് തയ്യാറാവത്തില്ല. അങ്ങനെ ഇതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ നേരെ അവനെ കണ്ടുപിടിക്കാനായിട്ട് വരികയാണ്. അപ്പോൾ ഹീറോയിനും ഉണ്ട് തോമസും ഉണ്ട്. അങ്ങനെ അവൻ ഒളിച്ചു കഴിയുന്ന ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവർ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ തോമസ് ഒരു തോക്കും കൊണ്ട് മുകളിലേക്ക് കയറി പോവാണ്. ആ ഒരു സമയത്ത് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അടുത്തുള്ള ആ ഒരു ബിൽഡിങ്ങിന് മുകളിലൂടെ ഓടാൻ തുടങ്ങും. പക്ഷെ തോമസിനെ കൊണ്ട് കഴിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ഈ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ ചാടി ചാടി ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ അത് കണ്ട് അവന്റെ പുറകെ പോയിട്ട് അവനോട് നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അവൻ കേൾക്കുന്നില്ല. ഒരവസരത്തിൽ ഹീറോയിൻ തോക്കെടുത്ത് കാണിച്ച് അവിടെ നിൽക്കാനായിട്ട് പറയുന്നതും അവൻ പേടിച്ചിങ്ങനെ നിൽക്കാണ്. പെട്ടെന്ന് മുന്നിലൂടെ ഒരു വലിയ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ അവൻ വീണ്ടും താഴേക്ക് ഇറങ്ങി പിന്നെയും ഓടാൻ തുടങ്ങും. അങ്ങനെ അവിടെ നിന്ന് ഓടി ഓടി ഒരു മാർക്കറ്റിനുള്ളിലേക്ക് വരുമ്പോൾ തോമസ് കാർ കൊണ്ടുവന്ന് ഒറ്റയിടി. എന്നിരുന്നാലും അവൻ താഴെ വീണില്ല. വീണ്ടും ഓടി അടുത്തൊരു ബോട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി അവിടേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ നിൽക്കുന്നതും ആ ഒരു ബോട്ട് അവൻ ചെല്ലുന്നതിന് മുന്നേ തന്നെ പോയി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവന് പോകാനും കഴിയത്തില്ല. ഹീറോയിൻ ഇപ്പോൾ അവന്റെ പുറകെ വന്ന് അവനെ പിടിക്കുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ തോമസ് അവനെ നല്ലതുപോലെ അടിക്കും. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ നേരെ അവന്റെ അടുത്തേക്ക് വന്നിട്ടാണ് ഓക്കെ, അപ്പോൾ നീ ആ ഒരു കാടിനകത്തേക്ക് കയറിയത് ആ ഒരു തടികൾ മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ? മോഷ്ടിക്കാനല്ല, അത് തിരിച്ചെടുക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. ജോവിങ്ങിന്റെ മരണത്തിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണോ തോറക്കിനെ നിങ്ങൾ കഴുത്തറുത്ത് കൊന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതെ, അതുകൊണ്ടാണെന്നുള്ള രീതിയിൽ അവനിങ്ങനെ പറയാണ്. അപ്പോൾ തോമസ് പറയും നീ ഇത് ചെയ്തെങ്കിലേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് നിന്റെ ജനങ്ങൾ തന്നെയാണ് എന്നാൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അവൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ തോമസും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് അവൻ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് മുകളിലേക്ക് വന്നിട്ടാണ് പറയുന്നത് ജോവിങ് അവനൊരു നല്ല ആളാണ്, കമ്മ്യൂണിസ്റ്റ് എന്താണെന്ന് അവന് നല്ലതുപോലെ തന്നെ അറിയാം, അവൻ ഒരിക്കലും ഇതുപോലെ മോഷ്ടിക്കാനൊന്നും നിൽക്കത്തില്ല. അതുമല്ല അവിടെ നിന്ന് ഒരുപാട് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്, അതിനെപ്പറ്റിയെല്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സൈലസ് തന്നെയായിരിക്കും ഈ ഒരു കുറ്റങ്ങളെല്ലാം ചെയ്തത് എന്നുള്ള രീതിയിൽ അവന് ജയിലടയ്ക്കും. അതുമല്ല കാണാതായിട്ടുള്ള പെൺകുട്ടികൾ അവർക്ക് എന്താണ് സംഭവിച്ചെന്നും ഇവർക്കാർക്കും അറിയത്തില്ല. ആ ഒരു സമയത്താണ് ആ ഒരു ചായക്കട നടത്തുന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അയാൾ നമ്മുടെ ഹീറോയിന് മെസ്സേജ് അയക്കുന്നത്. ഇതുപോലെ ഹീറോയിന് മെസ്സേജ് അയക്കുന്നത് ഇന്ന് രാത്രി ഗാർഡ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പോവും, അതിന് മുന്നേ ഇവിടേക്ക് വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ നേരെ അവിടേക്ക് ചെല്ലുകയാണ്. അതുമല്ല അയാള് അമ്പാങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രേതത്തെ പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തോമസിന് ഇത് ഇഷ്ടപ്പെടാതെ അവൻ പറയും മേഡം ഞാൻ ഏതായാലും കാറിലിരിക്കാന്നും പറഞ്ഞ് അവൻ നേരെ കാറിൽ പോയിരിക്കും. അപ്പോഴാണ് ഹീറോയിൻ അയാളോട് ചോദിക്കുന്നത് ഓക്കെ, ഈ ജൂവിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ തന്റെ ജനങ്ങൾക്ക് വേണ്ടി? അപ്പോൾ ഈ ഒരു അപ്പൂവൻ പറയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും അതൊന്നും അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാടിനെ നശിപ്പിക്കുന്നതിനെതിരെ നല്ലതുപോലെ പോരാടി, ഈന്തപ്പനത്തോട്ടം അവിടെ ആ ഒരു ഫാക്ടറി വരുന്നു അതിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും അവന്റെ ചില ചൂഷണ കഥകളുണ്ട്. തന്റെ ദായക് സമുദായത്തിനെതിരായിട്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതും അവന്റെ സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരും അവനെ എതിർക്കുന്നുണ്ട്. അതേ സമയമാണ് നമ്മുടെ ഹീറോയിന് തന്റെ കണ്ണിന്റെ ആ ഒരു പ്രശ്നം എന്തോ വെള്ളം വരുന്നത് പോലെ ഒരു അസ്വസ്ഥത തോന്നുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് ഓക്കെ നിന്റെ കണ്ണെന്തോ പ്രശ്നമുണ്ട്, ഞാനൊരു മരുന്ന് ഒഴിച്ചു തരാമെന്നും പറഞ്ഞ് ഇയാൾ കുപ്പിയിൽ എന്തോ കൊണ്ടുവന്നിട്ട് അതൊരു ഇലയിലാക്കി അവളുടെ കണ്ണിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു കണ്ണിന്റെ ആ ഒരു എരിച്ചിലൊക്കെ അങ്ങ് മാറുകയാണ്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് കാട്ടിൽ നിന്നും പ്രത്യേകം കണ്ടുപിടിച്ച ഒരു മരുന്നാണെന്നെല്ലാം പറഞ്ഞ് ഓക്കെ മാഡം എനിക്ക് റൗണ്ട് ചെയ്യാനായിട്ട് സമയമായി, ഞാൻ എന്തായാലും പോവാണ് എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഹീറോയിൻ കാറിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ തോമസ് അപ്പോൾ അവനൊരു അന്ധവിശ്വാസം കാട്ടിലൊരു ആത്മാവുണ്ട് ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചു അല്ലേ? അവൻ പറയുന്നതെല്ലാം വെറും നാടോടി കഥകൾ മാത്രമാണ്, ഇതെല്ലാം അബാങ് എന്ന് പറഞ്ഞ ഒരു പ്രേതം ചെയ്തതായിട്ട് മേഡം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ തോമസിനെ അവന്റെ വീടിനടുത്ത് ഇങ്ങനെ ഇറക്കി വിടുകയാണ്. എന്നിട്ട് അവനോട് യാത്രയെല്ലാം പറഞ്ഞു പോകുമ്പോൾ അവന്റെ ദേഹത്ത് ഇങ്ങനെ തൊടും. ആ ഒരു സമയത്ത് അവൻ എന്തോ രീതിയിൽ അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ വണ്ടിയെടുത്ത് അവൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറിന് പുറകില് വലിയൊരു ശബ്ദം എന്തോ വന്ന് വീഴുന്നത് പോലെ വണ്ടി അവിടെ നിർത്തി അവൾ കാറിൽ നിന്ന് ഇറങ്ങി പുറകിലേക്ക് പേടിച്ചു വന്നതിനെ നോക്കുകയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. നോക്കുമ്പോഴത്തേക്കാണ് അതൊരു പനമരത്തിന്റെ മുകളിൽ നിന്ന് വീണ വലിയ എന്തോ ഒരു കുലയാണ്, അതിന്റെ ശബ്ദമായിരുന്നു അത്. ഓക്കെ എന്നും പറഞ്ഞിട്ട് അവൾ പതിയെ കാറിന് മുന്നിലേക്ക് നടക്കുമ്പോൾ ഇപ്പൊ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് നല്ലതുപോലെ പുക നിറഞ്ഞിട്ടുണ്ട്. അതുമല്ല ഈ പുകകൾക്കിടയിലായിട്ട് എന്തോ ഒരു ശബ്ദം. കുറെ നേരം ആ ഒരു ശബ്ദം കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് അവിടെ കാണാതാവുന്നു. ഇനി ഹീറോയിന് തോന്നിയതാണോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ അവളായാലും അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട്
അതേ സമയം തന്നെ മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടികളുണ്ടല്ലോ, അവരെയും കൊണ്ട് ആ ഒരു സ്ത്രീ വാനില് ഈ കാടിനകത്തൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഈ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിപ്പോ മെയിൻ റോഡിൽ നിന്ന് എന്തിനാ ഈ വഴിക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല നമ്മൾ എത്തേണ്ട സ്ഥലം ആവാറായി, കുറച്ചുകൂടി നേരം കിടന്ന് ഉറങ്ങിയാൽ മതി, ഉടനെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ട് അവള് ഫോണിലൂടെ ആരോട് സംസാരിക്കുന്നുണ്ട്. എനിക്കായിട്ടുള്ള പണം റെഡിയാക്കി വെച്ചോ, ഞാൻ അവരെയും കൊണ്ട് വരുന്നുണ്ട്, എല്ലാവരും ചെറിയ കുട്ടികളാണ് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം വണ്ടി പോയിട്ട് ഒരു പുഴയുടെ അറ്റത്തായിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തിയേക്കാണ്. എന്നിട്ട് അവൾ ഇവരോട് പറയും, ശരി നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക, എവിടെയും പോരുത്, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആരെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയായാലും എന്തോ ഒരു പന്തിയുടെ മണക്കുന്നുണ്ട്. അപ്പൊ ഈ വണ്ടിക്കകത്തിരിക്കുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് എന്തോ റോങ് ആയിട്ട് തോന്നിയിട്ട് അവള് ബാക്കിയുള്ള പെൺകുട്ടികളോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് വാനിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാം, ബാ പോവാന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങി ഓടാനായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് വെളിയിൽ പോയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് പേടിച്ച് കാറിനകത്തേക്ക് വന്ന് കയറുകയാണ്. എന്നിട്ട് പറയും, ഏയ് ആരും വെളിയിലേക്ക് ഇറങ്ങരുത്, മേൽക്കൂരയിൽ എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ പറയുന്നതും പെട്ടെന്ന് അവരെ ആരോ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് കൊല്ലുകയും ചെയ്യുന്നു. എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇത് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സ്ഥലത്തെ വലിയൊരു ജലാശയം ഇങ്ങനെ കാണിക്കുന്നത്. അതുമല്ല അവിടെയാണെങ്കിലും ഈ ഒരു കണ്ടൽക്കാടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനകത്തൂടെ രണ്ടുപേര് വള്ളത്തിൽ ഇങ്ങനെ പോകുന്നു. ഇവര് വേറെ ആരുമല്ല, ഈ ഒരു കണ്ടൽക്കാടുകൾക്ക് നടുവിലായിട്ട് ചില സ്ഥലങ്ങളിൽ ഈ തേനീച്ചകളെല്ലാം കൂടുവയ്ക്കും. അപ്പൊ ആ ഒരു തേൻ എടുക്കാൻ പോകുന്നവരാണ്. അങ്ങനെ ഇവരായാലും ഒരു തേനീച്ചക്കൂട് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പുക വെച്ച് ആ ഒരു തേനീച്ചകളെല്ലാം മാറ്റി ആ ഒരു തേൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അങ്ങനെ തേനെല്ലാം കട്ട് ചെയ്തെടുത്ത് അതിന്റെ അറ്റത്തേക്ക് ചെല്ലുന്നതും കാണിക്കുമ്പോഴത്തേക്കാണ് അവരങ്ങ് ഞെട്ടിപ്പോവും. വേറെ ഒന്നുമല്ല, 3 ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു വാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ തല അവിടെ വെട്ടി തൂക്കി ഇങ്ങനെ ഇട്ടേക്കുന്നു. അതും കൂടാതെ അവരുടെ വായില് ഒരു ഫോണും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞ് നമ്മുടെ ഹീറോയിനും ടീമും ബാക്കിയുള്ള പോലീസുകാരും ബോട്ടിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരികയാണ്. സത്യത്തിൽ ഈ ഒരു സ്ഥലം കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ഒരു മൂവികളിൽ അവിടുത്തെ ആ ഒരു സ്ഥലങ്ങളുണ്ടല്ലോ, പ്രകൃതി, കാലാവസ്ഥ, ഇതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കും, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ഹീറോയിനായാലും ഇവിടേക്ക് വന്നിട്ട് അവരുടെ ആ ഒരു തലയുണ്ടല്ലോ അതിങ്ങനെ കാണിക്കാൻ പറഞ്ഞിട്ട് ഹീറോയിൻ അത് നല്ലതുപോലെ കാണുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ഏയ് ഈ ഒരു സ്ത്രീയെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് മലേഷ്യയിൽ വെച്ചിട്ട് എന്നും പറഞ്ഞിപ്പോ ആ ഒരു സ്ത്രീയെ പറ്റി പറയാണ്. അവരുടെ പേര് ഉമി. അതുമല്ല ഈ ഒരു സ്ത്രീയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് മരിച്ചുപോയ ജൂവിങ് എന്ന് പറഞ്ഞ ആ ഒരു മലേഷ്യൻ പൗരനുണ്ടല്ലോ, അയാളുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തോറിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പട്ടാളക്കാരൻ അവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുമായിട്ടും ഈ ഒരു സ്ത്രീക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അതേപോലെ അവരുടെ ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കാണ് മറ്റൊരാളുടെ ഫോട്ടോ കാണുന്നത്, അകം എന്ന് പറഞ്ഞിട്ട്. അത് ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ഒരു തെമ്മാടി. ജൂവിങ് എന്ന് പറഞ്ഞ ആ ഒരുത്തനായിട്ട് ഒരുപാട് ബിസിനസ് കാര്യങ്ങളെല്ലാം ഇവ നടത്തുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവനെ പറ്റി ഹീറോയിനോട് തോമസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അകം എന്ന് പറഞ്ഞ ആ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് അത് ഉണ്ടെന്ന് പറയുന്നത്. ആ ഒരു മെയിൻ ചീഫ് ഉണ്ടല്ലോ, അയാൾ നേരെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇവരെ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അയാൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും അയാൾ പറയും, ഓക്കെ അതെല്ലാം ശരി. അതുപോലെ ഹീറോയിൻ പറയും, ഈ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ കൂടെ കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പെൺകുട്ടികളെ കണ്ടുപിടിക്കണം, അതിനാണിപ്പോൾ മുൻഗണന കൊടുക്കേണ്ടത്. പിന്നെ അകമെന്ന് പറഞ്ഞ ഈ ഒരാളെ പിന്നീട് നമുക്ക് അറസ്റ്റ് ചെയ്യാം, അതുകൊണ്ട് ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഉമി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടികളെയെല്ലാം മനുഷ്യക്കടത്തിലൂടെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോയിൻ നേരെ തോമസിന്റെ അടുത്ത് വരുമ്പോൾ തോമസ് ചോദിക്കും, അല്ല ഈ ഒരു പെൺകുട്ടികളെ അന്വേഷിക്കാനായിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഒരിക്കലുമില്ല, അകമെന്ന് പറഞ്ഞാൽ ആ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ ഹീറോയിനും തോമസും അയാളെ കാണിട്ട് ചെല്ലുമ്പോഴത്തേക്കും അയാളിപ്പോൾ എവിടേക്കോ പോകാനായിട്ട് നിൽക്കാണ്. അപ്പോൾ ഹീറോയിനെ കാണുമ്പോൾ അയാളുടെ സഹായി ഉണ്ടല്ലോ പെട്ടെന്ന് നിന്നിട്ട്, ഓ അപ്പോൾ നിങ്ങൾ പുതിയ ആളാണല്ലേ, ഓക്കെ ഇന്നാന്നും പറഞ്ഞിട്ട് ഹീറോയിനെ കുറച്ച് കൈക്കൂലി ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവനെ പിടിച്ച ആ ഒരു വണ്ടിയിലേക്ക് ഒരു ഒറ്റയടി. എന്നിട്ട് നേരെ അകം എന്ന് പറഞ്ഞ ആ ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് അയാളെ ലോക്ക് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല, ഉമി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ജോലിക്കെടുത്തു, അതുപോലെ നിന്നെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. 2005 അനധികൃതമായിട്ട് മരം മുറിച്ച കേസിൽ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അത് മറ്റൊരുപാട് കേസുകളും നിനക്കെതിരെയുണ്ട്, പക്ഷെ ഒരിക്കലും നിന്നെ അതിലൊന്നും പിടിച്ചിട്ടിട്ടില്ല എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും, അതൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ അങ്ങനെയാണെങ്കിൽ നിന്നോട് മറ്റൊരു ചോദ്യം ചോദിക്കാം, ഈ ഒരു നാട്ടിലെ മനുഷ്യക്കടത്ത് അതിനെപ്പറ്റി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാളൊന്നും മിണ്ടാതെ പോക്കറ്റിൽ ഒരു ചുവന്ന കളർ പേനയുണ്ട്, അതെടുത്തിട്ട് ഇതെന്റെ മകൾ എനിക്ക് തന്നതാണ്, അതുമല്ല അവൾ എന്നോട് പറയും ഈ ഒരു പേന കൊണ്ട് എന്തെങ്കിലും മാജിക് ട്രിക്ക് കാണിക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് അവൻ ആ ഒരു പേന എടുത്തിട്ട് ഹീറോയിനെ അതിങ്ങനെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മാജിക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ആ ഒരു സമയത്ത് ആ ഒരു മെയിൻ ചീഫ് ഉണ്ടല്ലോ അയാൾ ഇവിടേക്ക് വന്ന് ഹീറോയിനോട് ചോദിക്കും, അല്ല ഇവൻ എന്തിനാ അറസ്റ്റ് ചെയ്ത് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ മനുഷ്യക്കടത്തുമായിട്ട് ഇവൻ എന്തൊക്കെയോ ബന്ധമുണ്ട്, ഉമി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയായിട്ട് ഇവന് നല്ല കണക്ഷൻ ഉണ്ട്, അതിനെപ്പറ്റിയെല്ലാം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അതിനൊന്നും കണ്ടുപിടിച്ചില്ലല്ലോ. അപ്പോൾ ഹീറോയിൻ പറയും, പക്ഷെ അവൻ എനിക്ക് കൈക്കൂലി തന്നു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പറയും, അതും ഒരു കാരണമായിട്ട് എടുത്തൂടെ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ചീഫ് പറയും, ശരി അതൊക്കെ പിന്നെ നോക്കാം, ഇപ്പോൾ കാടിനുള്ളിൽ പോയ ആ ഒരു പെൺകുട്ടികളിൽ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ ഒരു പെൺകുട്ടിയെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കണം,
നീയും എന്തായാലും അവളോടൊപ്പം പോകണം എന്ന് പറഞ്ഞ് ഹീറോയിനെ ആ ഒരു പെൺകുട്ടിയോടൊപ്പം പറഞ്ഞു വിടുകയാണ്. അതേസമയം സൈലസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു തന്നെ ഇപ്പോഴും ജയിലിൽ തന്നെ അടച്ചു വെച്ചേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു വലിയ കാട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വാനിൽ പോയിരുന്ന 2 പെൺകുട്ടികളുണ്ടല്ലോ, അതിൽ ആ ഒരു വലിയ പെൺകുട്ടിയും അവളുടെ സഹോദരിയും ഈ ഒരു കാടിനുള്ളിലൂടെ നടന്നിങ്ങനെ പോകുന്നു. ഇവർക്കിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ തന്റെ സഹോദരിയെ ആ ഒരു പെൺകുട്ടി നല്ലതുപോലെ സമാധാനിപ്പിക്കുന്നുണ്ട്. കൂടാതെ ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് സംസാരിക്കാനും കഴിയത്തില്ല. അങ്ങനെ ഇവരായാലും കുറെ നേരം ഒരിടത്തിരുന്ന് വിശ്രമിച്ച് അത് കഴിഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹീറോയിൻ കണ്ടുപിടിച്ച ആ ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു. അതുമല്ല ഇപ്പോ ഈ ഒരു കൊലപാതകങ്ങളെല്ലാം ചെയ്ത കൊലയാളി അവൻ എല്ലാവരുടെയും ശരീരം കാണുന്ന രീതിയിലാണ് ഒരിടത്ത് കൊണ്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവൻ ചെയ്യുന്ന ആ ഒരു കാര്യം അവൻ നല്ലതുപോലെ തന്നെ ആസ്വദിക്കുന്നുണ്ട്. മറ്റുള്ളവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല ആ ഒരു പട്ടാളക്കാരനുണ്ടല്ലോ തോറിക് എന്ന് പറഞ്ഞിട്ട്, അവനെ അവസാനമായിട്ട് കണ്ടതും ജൂലൈ 17-നാണ്. ആ ഒരു സമയത്താണ് ഹ്യൂമൻ ട്രാഫിക്കിനായിട്ട് കുറച്ച് പെൺകുട്ടികളെ മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുമല്ല ഉമിയെ കണ്ടതും അവളോടൊപ്പം ഈ ഒരു പെൺകുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവളെയും കാണാതായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൊലയാളിക്ക് ഇവർ മനുഷ്യക്കടത്ത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നല്ലതുപോലെ തന്നെ അറിയാം എന്നുള്ള രീതിയിൽ നമ്മുടെ തോമസും ഹീറോയിനും കണ്ടുപിടിച്ച കാര്യങ്ങൾ പരസ്പരം ഇങ്ങനെ പറയാണ്. ഓക്കെ, ഇനി എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അഗമിനോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും സെല്ലിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അഗമിനെ അവിടെ കാണാനില്ല. അപ്പോഴാണ് സൈലസ് പറയുന്നത്, അവനെയൊക്കെ എപ്പോഴേ റിലീസ് ചെയ്തു, എന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പിടിച്ച് ജയിലിലിട്ടേക്കുന്നു. അങ്ങനെ ഈ ഒരു കാര്യത്തെ പറ്റി ആ ഒരു ചീഫിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാളാണ് അവനെ തുറന്നു വിട്ടത്. അപ്പൊ തന്നെ മനസ്സിലായി ഇവരെല്ലാവരും ഒരുമിച്ചാണെന്ന്. അപ്പോൾ ഹീറോയിൻ പറയും അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ നേരെ വീണ്ടും മലേഷ്യയിലേക്ക് പോവാണ് അവനെ പിടിക്കാൻ വേണ്ടി. അതേസമയം സ്റ്റേഷനിൽ കാണാതായിട്ടുള്ള ആ 2 പെൺകുട്ടികളുണ്ടല്ലോ കാട്ടിലിപ്പോ ചുറ്റി നടക്കുന്ന, അവരുടെ അച്ഛൻ വന്ന് പരാതി കൊടുക്കുമ്പോൾ ഇത് കണ്ട തോമസ് കോയി മുടക്കി ഒന്ന് കൊടുക്കും അവന്റെ മുഖത്തോട്ട്. എന്നിട്ട് പറയും സ്വന്തം മക്കളെ പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യക്കാടത്തുകാർക്ക് വിറ്റിട്ട് ഇവിടെ വന്നിരുന്ന് കരയുന്നു എന്നും പറഞ്ഞു ഒന്ന് കൊടുക്കുന്നതും. അയാൾ പറയും എനിക്ക് കൃഷിയില്ലായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം ഒരുപാട് കാരണങ്ങൾ പറയാണ്. പക്ഷെ എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ടും സ്വന്തം കുട്ടികളെ വിൽക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അയാൾക്ക് കിട്ടിയത് നല്ല കാര്യം. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ മലേഷ്യയിലേക്ക് ചെന്നിട്ട് അകമെന്ന് പറഞ്ഞ അവിടുത്തുണ്ടല്ലോ അവരെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് തന്നെ പിടിച്ചിട്ടാണ് പറയുന്നത്, ബാ നമുക്ക് പോവാം, നിനക്ക് ഇനി എവിടെയും പോയി രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും ഒരു ചീഫ് ഹീറോയിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, നിങ്ങളെല്ലാവരും അവൻ്റെ ആളാണെന്ന് എനിക്ക് നല്ല ദൂരം തന്നെ അറിയാം, അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവില്ലാന്നേ ഞാൻ പറയത്തുള്ളൂ എന്നെല്ലാം ഈ ഒരു ചീഫിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ചീഫ് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ അച്ഛനടുത്തേക്ക് തന്നെ മടങ്ങാം, പുതിയൊരു ഓഫീസറെ ഇവിടേക്ക് ഉടനെ തന്നെ കൊണ്ടുവരാൻ പോവാണ് എന്നുള്ള കാര്യം പറയുന്നതും ഓക്കെ ശരി എന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഹീറോയിൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തോമസിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കേസ് നീ വേണം ഇനി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടനെ തന്നെ പോവും എന്നെല്ലാം പറഞ്ഞ് അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് വന്ന ആ ഒരു പെൺകുട്ടികളുടെ അച്ഛനുണ്ടല്ലോ, അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തോ ഒരു കാര്യം കണ്ട് പെട്ടെന്ന് തന്നെ പേടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഓടാൻ തുടങ്ങും. അങ്ങനെ അയാൾ ഓടിപ്പോകുന്നതും ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ആ ഒരു തോട്ടത്തിൽ അയാൾ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെയുള്ള നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ തന്നെ വേണം, സ്വന്തം മക്കളെ വിൽക്കാൻ ശ്രമിച്ചവനല്ലേ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അയാളുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹീറോയിനുണ്ട്. അതുമല്ല ഇതിനു മുന്നേ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയെ കണ്ട് ഹീറോയിൻ അവളോട് ഇതിനു മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത്, ഞങ്ങളെ എല്ലാവരും അവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ഒരു വേറെ ഹൗസിൽ താമസിച്ചിരുന്നു, ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഒരു വലിയ മാല പോലെ എന്തോ ഒന്ന് ഹീറോയിൻ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മാല വേറെ ആരുടേതോ അല്ല, ജൂവിങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ട ആ ഒരാളുണ്ടല്ലോ അയാളുടെ മാലയാണിത്. അപ്പൊ ഇയാളുടെ ശരീരമാണ് നമ്മൾ ആദ്യ സീനിൽ കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഹീറോയിൻ മറ്റെന്തൊക്കെയോ കണ്ടുപിടിക്കുന്നുണ്ട് അന്ന് രാത്രി തന്നെ. അത് കഴിഞ്ഞ അടുത്ത ദിവസം ആ ഒരു പനത്തോട്ടത്തിലെ വലിയൊരു ഫാക്ടറി ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇപ്പോൾ ഹീറോയിൻ പോവാണ്. ഇവിടെയാണ് പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഫാക്ടറിക്ക് അകത്തേക്ക് കയറി അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു ബ്രെഡ് പാക്കറ്റ് കിട്ടുന്നുണ്ട്. അത് യൂസ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ആരൊക്കെയോ വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അവിടെ എല്ലാം നല്ലതുപോലെ നോക്കി ഇതിന് മുകളിലേക്ക് കയറി നോക്കി നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആരോ പുറകിലൂടെ വന്ന്, അതോ അവന്റെ മുഖം ഒന്നും അറിയാൻ കഴിയുന്നില്ല, ഒരു റെയിൻകോട്ട് പോലെ എന്തോ ഇട്ടിട്ട് അയാൾ മറിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയിനെ നല്ലതുപോലെ അടിക്കാൻ തുടങ്ങും. പക്ഷെ ഹീറോയിനും വെറുതെ നിൽക്കത്തില്ല, എന്തായാലും തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന്റെ ആ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ, കണ്ണിനുള്ള ആ ഒരു പ്രോബ്ലം, അതെന്താണെന്ന് വരെ അയാൾക്കറിയാം. അയാൾ പെട്ടെന്ന് അവളുടെ മുഖം പിടിച്ചിട്ട് ആ ഒരു വെയിലത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ്. പക്ഷെ ഹീറോയിൻ കണ്ണടച്ചു വെച്ച് ഒരു വിധത്തിൽ അവനെ അടിച്ച് രണ്ടുപേരും ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഹീറോയിനെ ചവിട്ടി അവിടെയുള്ള വലിയൊരു ടാങ്ക് ഉണ്ട്, പഴയ ടാങ്ക്, അതിനുള്ളിലേക്ക് ചവിട്ടി അങ്ങിടും. എന്നിട്ട് ആ ഒരു ടാങ്ക് മൂടിയിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അതേസമയം ഈ ഒരു കാടിനകത്ത് തനിച്ചായ 2 പെൺകുട്ടികളുണ്ടല്ലോ, അവര് രണ്ടുപേരും നടന്നിങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഈ ഒരു കാടിനകത്ത് എന്തോ ഒരു വലിയ ടെന്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു മൂത്ത പെൺകുട്ടി അവളുടെ സഹോദരിയോട് പറയും, നീ ഇതിന് വെളിയിൽ നിൽക്ക്, നമുക്ക് ഇന്ന് രാത്രി ഇവിടെ തന്നെ കഴിയാം, അതിനു മുന്നേ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ആ ഒരു പെൺകുട്ടി നേരെ അകത്തേക്ക് കയറി ഇങ്ങനെ പോവാണ്.
അങ്ങനെ അവിടെയെല്ലാം നോക്കുമ്പോൾ പഴയ തോക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമല്ല ഒരിടത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല് ഉമി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ തലയില്ലാത്ത ശരീരം ഇതിനകത്താണ് വെച്ചേക്കുന്നത്. ഇത് കണ്ട ആ ഒരു പെൺകുട്ടി താഴേക്ക് വീണ് പേടിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും മറ്റൊരാളുടെ തല ഒരു കവറിനകത്താക്കി വെള്ളത്തിലിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്നു. ഇതുകൂടി കണ്ട് ഈ ഒരു പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയത്തില്ല. അവള് പേടിച്ച് ഇവിടേക്ക് ഇറങ്ങി ഓടുന്ന സമയത്ത് കാല് തട്ടി നേരെ താഴേക്ക് വന്ന് വീണ് ഉരുണ്ടുരുണ്ട് താഴേക്ക് ഇങ്ങനെ പോവാണ്. ആ ഒരു പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ അവൾക്കിപ്പോ ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ ഈ മുകളിലേക്ക് ഈ ഒരു ടാങ്കിന് മുകളിലേക്ക് കയറാനായിട്ട് വേറെ ഏണിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറിയല്ലേ പറ്റൂ. അതുകൊണ്ട് 2 കൈയും 2 കാലും 2 വശങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ച് അതുവഴി പിടിച്ചു പിടിച്ച് മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. അങ്ങനെ പിടിച്ചു പിടിച്ച് ഒരു വിധത്തിലെ ആ ഒരു മൂടിയുടെ അടുത്തെത്തി. എന്നിട്ട് അതിലേക്ക് പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കൈ തെന്നിയിട്ട് അവൾ വീണ്ടും താഴേക്ക് വന്ന് വീഴും. ഇത്തവണ വീഴുമ്പോഴത്തേക്കും നല്ലതുപോലെ മുറിവെല്ലാം പറ്റുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കുറെ കഴിഞ്ഞിട്ട് നമ്മുടെ തോമസ് അവിടേക്ക് വന്ന് ആ ഒരു മൂടി ഇങ്ങനെ തുറന്ന് ഹീറോയിനെ മുകളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ അവനാണോ കൊലയാളി എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവന്റെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു മുറിവിൽ മരുന്നെല്ലാം വെച്ചിട്ടാണ് തോമസ് പറയുന്നത്, മിസ്റ്റർ ബൂജാങ് നിങ്ങളുടെ നിലവിളി കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ കണ്ടെത്തത്തില്ലായിരുന്നു. വേറെ ആരുമില്ല, ആ ഒരു ചായക്കടക്കാരനുണ്ടല്ലോ അപ്പൂപ്പൻ, അയാളാണ് ഹീറോയിന്റെ ശബ്ദം കേട്ട് തോമസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഹീറോയും വന്നിട്ട് പറയും അല്ല എന്റെ ശബ്ദം നിങ്ങൾ എങ്ങനെ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പൻ പറയും തോമസ് ഒരു വട്ടം പറഞ്ഞില്ലേ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ പ്രേതങ്ങളുടെ ആണോ അതോ പന്നികളുടെ ആണോ എന്ന്, അതറിയാൻ വേണ്ടി വെറുതെ അവിടെ വന്ന് നോക്കിയതാണ്, അപ്പോഴാണ് നീയാണെന്ന് കണ്ടത്. അങ്ങനെ അന്ന് രാത്രി ഈ ഒരു ഷോപ്പിൽ തന്നെ അവരിങ്ങനെ നിൽക്കാണ്. ആ ഒരു സമയത്ത് ബൂജാങ് എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പനാണെങ്കിലോ നല്ല ഉറക്കം. അപ്പോൾ റെയ്മണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സഹായി ഉണ്ട്, അവനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഇത് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉറങ്ങുന്നത് എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകുന്നു. അതേസമയം നമ്മുടെ തോമസിനെ ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അവനെടുത്ത് സംസാരിച്ച് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോ ഒരു കാര്യം സംഭവിച്ചെന്ന് മാത്രം മനസ്സിലായി. പിന്നീടാണ് കാണിക്കുന്നത് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, മൂത്ത പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ ശരീരം ഇവർക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ചെറിയ പെൺകുട്ടി എവിടെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ സ്റ്റേഷനിലേക്ക് വന്ന് ഈ ഒരു ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഹീറോയിൻ താഴത്തെ മുറിയിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ തോമസും ആ ഒരു ചീഫും എന്തോ സംസാരിക്കുന്നു. അതുമല്ല തോമസിന്റെ കയ്യിൽ എന്തോ ഒരു കവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. അതുമല്ല ആ സെല്ലിൽ കിടക്കുന്ന സിലാസ് എന്ന് പറഞ്ഞ അവനാണല്ലോ, അവനായാലും ഹീറോയിനെ തുറച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും പട്ടാളക്കാരെയും അതേപോലെ തന്നെ ഇവിടെയുള്ള പ്രദേശവാസികൾ ഇവരെല്ലാവരെയും കൂട്ടി ആ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി കാടിനകത്തേക്ക് ടീമായിട്ട് ഓരോരുത്തരെ ഇങ്ങനെ പറഞ്ഞു വിടാണ്. ആ ഒരു കൂട്ടത്തില് നമ്മുടെ കാല് വയ്യാത്ത ആ ഒരു അപ്പൂപ്പനും ഉണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല പൂജ ഈ ഒരു വയ്യാത്ത കാലം വെച്ച് നിങ്ങൾ പോണോ? ഇല്ല, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാനും എന്തായാലും ചെയ്യാൻ പോവാണ് എന്നും പറഞ്ഞ ആ ഒരു അപ്പൂപ്പൻ അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് ഹീറോയിൻ സ്റ്റേഷനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ചീഫ് ഇപ്പോൾ ഹീറോയിനെ ഈ ഒരു കേസിൽ നിന്നും പിന്മാറ്റി അതിനുള്ള പേപ്പറിൽ അവളോട് ഒപ്പിടാൻ ഇങ്ങനെ പറയും. അപ്പോൾ ഹീറോയിൻ ആ ഒരു പേന വാങ്ങി നോക്കുമ്പോഴത്തേക്കാണ് അകമെന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ചുവന്ന പേനുണ്ടല്ലോ അതാണ്. അപ്പൊ അവനാണ് ഇതിൽ കളിച്ചിട്ടുള്ളതെന്ന് ഹീറോയിന് നല്ലതുപോലെ തന്നെ മനസ്സിലായി. അങ്ങനെ ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് അവൾ ഇനി എന്തായാലും ഈ ഒരു കേസിൽ ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രി വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ തോമസ് പതിയെ വീടിനകത്തേക്ക് കയറി വരുന്നു ഹീറോയിന്റെ. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പുറകിലൂടെ വന്ന് തോക്കെടുത്ത് തലയിലേക്ക് വെച്ചിട്ടാണ് അപ്പോൾ നീ എന്റെ കൂടെ നിന്നിട്ട് ഒരു ചതിയനായിരുന്നല്ലേ, ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് നിന്നെ മാത്രമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട് ഇല്ല ഞാൻ നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ടില്ല, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അവൻ നിനക്ക് പണം തന്നത് ഞാൻ കണ്ടിരുന്നു ആ ഒരു കവറിൽ, പിന്നെ എന്തിനാ നീ അത് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിലൊരു പണം പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം കണ്ടുപിടിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിന് കാര്യം മനസ്സിലായിട്ട് അത് കഴിഞ്ഞ് അവളുടെ ഒരു സ്റ്റോറി പറയാണ്. വേറെ ഒന്നുമല്ല, ഇടയ്ക്കൊരു പട്ടാളക്കാരൻ ഹീറോയിനോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നല്ലോ, അതിന് കാരണം ഹീറോയിൻ ഈ ഒരു ട്രെയിനിങ് സമയത്ത് തന്റെ കാർ കൊണ്ടുവന്ന് ഒരു ലേഡിയെ ഇടിച്ചു. അതുമല്ല അവരാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ പോവായിരുന്നു. ആ ഒരു ഇടിയിൽ അവര് മരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഹീറോയിൻ ഇതുപോലെ പോലീസിലെ ട്രെയിനിങ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഹീറോയിന്റെ അച്ഛനും അധികാരികളും കൂടി ചേർന്ന് ആ ഒരു കൊലപാതകം മറയ്ക്കുമായിരുന്നു. കാരണം ഒരു പോലീസുകാരന്റെ മകള് ഈ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നാണക്കേടല്ലേ. അങ്ങനെ ആ ഒരു കാര്യം മറച്ച് അതെല്ലാവർക്കും അറിയാൻ ഡിപ്പാർട്ട്മെന്റിലെ. അതുകൊണ്ടാണ് ഹീറോയിനെ എപ്പോഴും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛൻ പല ആളുകളോട് ഇങ്ങനെ പറയുന്നത്. അതുപോലെ അവൾ ചെയ്ത ആ ഒരു തെറ്റില് അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്, അത് ഒരുപാട് കാലം അവളുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവള് നമ്മുടെ തോമസിനോട് ഇങ്ങനെ തുറന്നു പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ ഒരു കാടിനകത്ത് കാണിക്കുമ്പോൾ ആ ഒരു മിണ്ടാൻ കഴിയാത്ത പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഇപ്പോഴും ആ ഒരു കാട്ടിൽ തന്നെയുണ്ട്, എവിടെ പോകുന്ന അറിയത്തില്ല. അങ്ങനെ അവൾ ഇരിക്കുന്ന സമയത്താണ് പുറകിലെ വെള്ളത്തിലൂടെ എന്തോ നടക്കുന്നത് പോലെ, പക്ഷെ ആ ഒരു രൂപത്തെ അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അമാനുഷികമായിട്ട് എന്തോ ഒന്നാണ് അത് നടക്കുന്ന ആ ഒരു കാര്യം വെള്ളത്തിൽ നല്ലതുപോലെ അറിയാൻ കഴിയും. അങ്ങനെ ആ ഒരു കാര്യം കാണിച്ച് അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ
സിലാസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അവനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് അവനോട് അവന്റെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ജൂവിങ് എന്ന് പറഞ്ഞ ആ ഒരുത്തനുണ്ടല്ലോ അവനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ജൂവിങ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ. അതുമല്ല മനുഷ്യക്കടത്ത് അതിനെപ്പറ്റിയും അവൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ അകമാണ് കൊലയാളിയെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു? അപ്പോൾ ഹീറോയും പറയുമില്ല, എനിക്കറിയത്തില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴാണ് അവൻ പറയുന്നത്, അതുമല്ല അകം അന്ധവിശ്വാസം നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട് അവൻ ഈ ഒരു കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അതേസമയം തന്നെ ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ആ ഒരു ചീഫും അതേപോലെ തന്നെ നമ്മുടെ തോമസ് ഉണ്ടല്ലോ, തോമസിനെ വിളിച്ച് അവൻ ആ ഒരു കാർ എടുക്കാൻ പറഞ്ഞിട്ട് എവിടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിനും സിലാസും സംസാരിക്കുമ്പോഴത്തേക്കും ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അകമിനെ നമുക്ക് കൈയോടെ കിട്ടിയേ പറ്റൂ. അതുപോലെ അവനാണ് കൊലയാളിയെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവനെ നമുക്ക് വേണമെന്ന് പറയുന്നതും അടുത്ത സീനിൽ തന്നെ കാണിക്കുമ്പോൾ അകം എന്ന് പറഞ്ഞ ആർത്തനല്ലോ അവനെ ഒരു റൂമിലിട്ട് പിടിച്ചിട്ട് അടിച്ച് അവന്റെ ബോധം കളഞ്ഞ് അത് കഴിഞ്ഞ് അവനെ ഒരു ബോക്സിലാക്കി പതിയെ വെളിയിലുള്ള ഒരു വാൻ ഉണ്ട് അതിനകത്തേക്ക് ആരും അറിയാതെ ഈ ഒരു വാഷിംഗ് മെഷീൻ കയറ്റുമല്ലോ അതുപോലെ ഇങ്ങനെ കയറ്റിയിട്ട് അവിടെ നിന്ന് ഇവരെങ്ങനെ കൊണ്ടുപോവാണ് നമ്മുടെ ഹീറോയിനും സിലാസും കൂടി ചേർന്നിട്ട്. അതേസമയം നമ്മുടെ തോമസിനെ കാണിക്കുമ്പോൾ തോമസ് കാറിലിരുന്ന ആ ഒരു തോക്ക് ഈ ഒരു ചീഫിന്റെ തോക്കെടുത്ത് ഒളിപ്പിച്ച് വെക്കും. അതേപോലെ തന്നെ തന്റെ ഫോണിലും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അങ്ങനെ ആ ഒരു ചീഫ് വന്ന് കാറിൽ കയറി ഇവരും എവിടേക്കും ഇങ്ങനെ പോകുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ അകമെന്ന് പറഞ്ഞ ആ ഒരു തന്നെ ഒരിടത്തേക്ക് കൊണ്ടുവന്നിട്ട് അവനോട് ഇപ്പോൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, അതേ മേഡം എന്നെ ഒന്ന് ചേർത്ത് പ്ലീസ്, സത്യമല്ല ഞാൻ പറയാം, ജൂവിങ്ങിനെ കൊന്നത് ഞാൻ തന്നെയാണ്, അവൻ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതുപോലെ ഈ ഒരു കാര്യം തോറിക്കിന് നല്ലതുപോലെ അറിയാം, പക്ഷെ അവനെ കൊന്നത് ആരാണെന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല, ഇത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ പറയും, പക്ഷെ ഒരു കാര്യമുണ്ട്, ജോവിങ്ങിന്റെ തല എൻ്റെ വീട്ടിലേക്ക് ആരോ അയച്ചിരുന്നു, അതുപോലെ ഞാൻ നല്ലതുപോലെ പേടിച്ചു, അതുകൊണ്ട് ആ ഒരു തല അന്ന് രാത്രി തന്നെ ആരും അറിയാതെ ഒരു കുഴിയെടുത്ത് ഞാൻ കത്തിക്കുമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു കാര്യം കണ്ടല്ലോ, ഒരാൾ ഒരു തല കൊണ്ടുവന്ന് കുഴിയെടുത്ത് തീയിട്ട് ഇങ്ങനെ കത്തിക്കുന്നത്, ആ ഒരു കാര്യം ചെയ്തത് ഇയാളാണ്. അയാൾ കത്തിച്ച തലയാണെങ്കിലോ ജൂവിങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരാളുടെ ദേഹത്ത് ടാറ്റു എല്ലാം പതിച്ച ആ ഒരാളുണ്ടല്ലോ അയാള്. അതേസമയം ഇവിടെ നമ്മുടെ തോമസ് കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ചീഫ്, അല്ല തോമസ്, ആ ഒരു പെൺകുട്ടിയുടെ ശരീരം നമുക്ക് കിട്ടിയതിന് ശേഷം സഞ്ജയ് എങ്ങനെയോ അവിടെ വന്നു, അന്ന് നിങ്ങൾ എന്താ സംസാരിച്ചത്, അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ ഞങ്ങൾ എവിടെയും കണ്ടുമുട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ചീഫ് തോക്കെടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് തോമസ് പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന ഇതാണോ എന്നും പറഞ്ഞ് ആ ഒരു തോക്കെടുത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു ചീഫ് പറയും, ഓ അപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് അവൾ രക്ഷപ്പെടാൻ കാരണം നീയാണല്ലേ, അപ്പോൾ നിങ്ങളാണോ അതെല്ലാം ചെയ്തത്? അതെ, അവൾ ഈ ഒരു കേസ് വഴിമാറ്റി കൊണ്ടുപോയിരുന്നു. അല്ല, അവൾ അന്വേഷിച്ചതാണ് ശരി, അവൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു പോകുന്നത് എന്ന് നമ്മുടെ തോമസ് പറയുമ്പോൾ ഈ ഒരു ചീഫും ഈ ഒരു മനുഷ്യക്കടത്തുണ്ടല്ലോ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, അത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിനെ കൊല്ലാനായിട്ട് അയാൾ ശ്രമിച്ചത്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ അകമിൻ്റെ ഫോണിൽ നിന്നും ഈ ഒരു ചീഫിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തോമസ് ആ ഒരു ഫോൺ എടുത്ത് അതെന്താണെന്ന് കേൾക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം അവിടെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അകം പറയും, ആ ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം തോമസ് പറയും, ഈ ഒരു വിലങ്ങെടുത്ത് കയ്യിലിടാൻ പറഞ്ഞ് അയാളുടെ കൈ വിലങ്ങിട്ട് ആ ഒരു ഡോറിന്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് തോമസ് അയാളെ കൊണ്ട് ഇവരുടെ അടുത്തേക്ക് പോവാണ്. ആ ഒരു സമയത്ത് ഇയാളുടെ കയ്യിൽ എന്തോ ഒരു മോതിരം ഉണ്ടായിരുന്നു, അത് പതിയെ ഊരി അതിനകത്ത് പ്രത്യേക ഒരു ലോക്കുണ്ട്, അത് വെച്ചിട്ട് ഈ ഒരു വിലങ്ങ് അയാൾ പതിയെ അഴിച്ച് തോമസിന്റെ കയറി പിടിക്കുന്നതും ഈ ഒരു കാറിനെ നിയന്ത്രണം വിട്ട് ഈ ഒരു പനത്തോട്ടമുണ്ടല്ലോ അതിനിടയിലേക്ക് ഈ ഒരു കാറ് മറിഞ്ഞങ്ങ് വീഴാണ്. അങ്ങനെ ഒരു പനയുടെ മൂട്ടിലായിട്ട് ഈ ഒരു കാർ ഇടിച്ചിങ്ങനെ കിടക്കുമ്പോഴത്തേക്കും തോമസിന്റെ ബോധം പോയി. അതുകൊണ്ട് തന്നെ അയാൾ ആ ഒരു തോക്കും എടുത്ത് കയ്യിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ചീഫ് പെട്ടെന്ന് ബാക്കിയുള്ള പോലീസുകാരെ വിളിച്ച് ആ ഒരു ഇൻസ്പെക്ടർ ഉണ്ടല്ലോ സഞ്ജ, അവളാണ് എന്ന് പറഞ്ഞ് അയാളെ തട്ടിക്കൊണ്ട് പോയത്, അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ലൊക്കേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ് സ്ഥലം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ തോമസിനോട് പറയും, നിനക്ക് ആവശ്യമായിട്ടുള്ള പണം ഞാൻ നിനക്ക് തന്നില്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നതും ഈ ഒരു ചീഫ് നമ്മുടെ തോമസിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നു. തോമസിന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ശബ്ദം മാത്രം കേൾക്കുന്നു, ഈ ഒരു ഫയർ ആവുന്ന, ആരാണ് മരിച്ചതെന്ന് ഇപ്പോഴും അറിയത്തില്ല. അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സിലാസ് ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് അകയെ പിടിച്ചിട്ടാണ്, ഇവൻ എനിക്ക് വേണം, ഞാൻ എന്തായാലും കൊണ്ടുപോകാൻ പോവാണ്, ഇവനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, ഇല്ല അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല, പോലീസ് വരട്ടെ, ഇവന് നിയമത്തിന് വിട്ടുകൊടുക്കണമെന്നെല്ലാം പറയുമ്പോൾ അവൻ നമ്മുടെ ഹീറോയിനെ അടിച്ചു കളഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനെയും പിടിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി അവിടെ ഒരു വണ്ടിയുണ്ട്, ആ ഒരു വണ്ടിയിൽ കയറ്റി അവനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ഹീറോയിൻ പുറകെ ഓടുന്നുണ്ടെങ്കിലും ഇവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ ചീഫ് വിളിച്ച ആ ഒരു പോലീസുകാർ ഇവിടേക്ക് വരുന്നതും സിലാസിനെയും മകേനെയും ആ ഒരു പോലീസുകാർ പിടികൂടുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ അവിടെ ഒരു മരത്തിനടുത്തായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കും. അങ്ങനെ എന്താണെന്ന് നോക്കിയിരിക്കുന്ന ആ ഒരു സമയത്ത് ഹീറോയിൻ്റെ പുറകെ ആരോ വന്ന് ഹീറോയിൻ അങ്ങ് പിടിച്ചിട്ട് പോകുന്നതും അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഏതോ ഒരു ഫാക്ടറിക്കകത്താണ്, ആ ഒരു പനന്തോട്ടത്തിനകത്തുള്ള ഒരു ഫാക്ടറി ഉണ്ടല്ലോ അതിനകത്താണ്. കണ്ണ് തുറന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ താഴെ രക്തം കിടക്കുന്നുണ്ട്. ആ രക്തം ഫോളോ ചെയ്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച വേറെ ഒന്നുമല്ല, തോമസ് ഉണ്ടല്ലോ
അവന്റെ തലയില്ലാത്ത ശരീരം അവിടെ ചാരി വെച്ചേക്കുന്നു. ഇത് കണ്ട് ഹീറോയിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവൾ നല്ലതുപോലെ കരയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ച് മറ്റൊരു വശത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, സംസാരിക്കാൻ കഴിയാത്ത, അവളെ ഒരിടത്ത് കിടത്തിയേക്കുന്നു. അതുമല്ല, അതിനടുത്തായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, ആ ഒരു ചായക്കടക്കാരൻ ബൂജാങ്. അതുമല്ല, മറ്റൊരു കാര്യം എന്താണെന്നറിയോ, അയാളുടെ കയ്യിലാണ് തോമസിന്റെ തല ഇരിക്കുന്നത്. അപ്പോൾ അയാൾ പറയും, ഈ ഒരു പെൺകുട്ടിയെ കാട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഹീറോയും പെടുന്ന ഒരു കമ്പി എടുത്തിട്ട് മാറി നിൽക്കാൻ പറയുന്നത് അയാൾ പറയും, ഇല്ല സഞ്ജ, നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഇത് ചെയ്തത് ഞാനല്ല എന്ന് പറയുമ്പോൾ മറ്റാരാ ചെയ്തത്, ഞാനിവിടെ വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോഴാണ് ആ ഒരു വെടിവെച്ച കേട്ടത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചീഫിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. കാരണം ചീഫിനെ അവിടെ കെട്ടിയിട്ടേക്കാണ്. ഞാൻ വന്നപ്പോൾ ദേഷ്യം കാരണം അയാൾ തോമസിന്റെ കഴുത്തറക്കുമായിരുന്നു ഒരു കത്തി ഉപയോഗിച്ച് എന്നും പറഞ്ഞിട്ട് ഒരു കത്തി എടുക്കുമ്പോഴത്തേക്കും ഹീറോയും പെട്ടെന്ന് അവിടെ ഒരു തോക്കുണ്ട്. ആ ഒരു തോക്കെടുത്തിട്ടാണ് പറയുന്നത്, ഓ അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ചീഫാണ് അവന്റെ കഴുത്തറുത്തതല്ലേ? അതെ, വേണമെങ്കിൽ നീ പരിശോധിക്ക്. അവൻ ചിലപ്പോൾ ആ ഒരു കൊലയാളിയെ പോലെ കോപ്പി അടിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവനെ ആരും സംശയിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അതെ, അവൻ നിന്നെയാണ് കോപ്പി അടിക്കുന്നത് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ അപ്പൂപ്പന്റെ മുഖമെല്ലാം അങ്ങ് മാറുകയാണ്. അതെ, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആളുകൾ കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ എല്ലാവരുടെ ശരീരം എല്ലാവരും കാണുന്ന രീതിയിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്നത്. അതുപോലെ എന്നെ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഞാൻ ആരും ഇല്ലാത്ത ഒരുത്തനാണ്. നമ്മുടെ ആളുകളെല്ലാം അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അവർ ജീവിക്കാൻ വരെ പാടുപെടുന്നുണ്ട്. അതും ചെറിയ കുട്ടികൾ. അവരെ വില കൊടുത്ത് വാങ്ങുന്നത് ആരാണ്? ആദ്യമൊക്കെ എനിക്ക് ചെയ്യാൻ പേടിയായിരുന്നു. പക്ഷെ ഓരോ കൊലപാതകങ്ങൾ തുടർന്നപ്പോഴും അതുപോലെ ചെയ്യാനായിട്ട് എനിക്ക് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരും കാണണം. ജോവിങ്ങിന്റെ തോമസിന്റെ ശരീരം, അവരെ രണ്ടുപേരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ അയാളോട് മുട്ടിലിരിക്കാൻ പറയും. അങ്ങനെ അയാളും തലയിൽ കൈവച്ചിട്ട് പുറകിലേക്ക് പോകുമ്പോൾ ആ ഒരു ചീഫ് പറയും, സഞ്ജ, ആ ഒരു സൈക്കോയെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയുന്നതും അയാൾ പെട്ടെന്ന് അവിടെ നിന്നൊരു വലിയ വാളും എടുത്ത് അയാളുടെ രീതി തന്നെ മാറിയിട്ട് എന്തോ ഒരു മന്ത്രവാദം പോലെയൊക്കെ പ്രത്യേകതരം ശബ്ദമെല്ലാം ഉണ്ടാക്കി പതിയെ പതിയെ ആ ഒരു ചീഫിനടുത്തേക്ക് വന്ന് ഒരു ഒറ്റ വിട്ട് കാണിക്കുമ്പോഴത്തേക്കും അയാളുടെ തല മാത്രമായിട്ട് താഴേക്ക് വന്ന് വീഴുന്നു. ആ ഒരു ചീഫ് അവിടെ വെച്ച് മരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ നേരെ ആ ഒരു വാളിങ്ങനെ വീശിയിട്ട് അയാൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവും. അങ്ങനെ ഹീറോയിനും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മൊത്തമായിട്ടും ഈ പുക മൂടി ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അവിടെയെല്ലാം നടക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ശബ്ദങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അതുമല്ല, ഒരവസരത്തിൽ അവളുടെ അടുത്തോട് തന്നെ അയാൾ പോകുന്നു. എന്നിട്ടാണ് അയാൾ പറയുന്നത്, സഞ്ജ, നിന്നെ എനിക്കൊന്നും ചെയ്യാനായിട്ട് താല്പര്യമില്ല. നിന്റെ തല വെട്ടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോ എന്നെല്ലാം പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ എവിടെയാണെന്ന് അറിയത്തില്ല. വെറുതെ ബുള്ളറ്റ് തീരുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അയാൾ അവിടെ നിന്നൊക്കെ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ചെറിയ പെൺകുട്ടി അവിടെ ഇരുന്നിട്ട് ഹീറോയിനോട് പറയുന്നുണ്ട്. ഹീറോയിൻ ആ ഒരു ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട്, എന്നെ ഇവിടെ വിട്ടിട്ട് പോരുതെന്ന്. അപ്പോൾ ഹീറോയിൻ ഇല്ലാന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതും അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അകമെന്ന് പറഞ്ഞാൽ അവർ തന്നെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം ഒന്നിലധികം തെറ്റുകൾ അവൻ എന്തായാലും ചെയ്തിട്ടുണ്ട്, അതും കൊലപാതകം ഉൾപ്പെടെ. അതുമല്ല, നമ്മുടെ തോമസും മരിച്ചു. പക്ഷെ അതിനു മുന്നേ തന്നെ അവൻ ഇവർക്കെതിരായിട്ടുള്ള ഈ ഒരു ചീഫ് ഇവരെല്ലാവരും ചെയ്യുന്ന ആ ഒരു തെറ്റുകൾക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും അവൻ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവൻ മരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തോമസിനും നല്ല രീതിയിൽ തന്നെ അവനെ അടക്കം ചെയ്ത് അവൻ്റെ മുറിയെല്ലാം ഒന്ന് പരിശോധിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചീഫ് അത്രയും കാലമായിട്ട് കൊടുത്ത ആ ഒരു പണം പോലും തോമസ് എടുത്തിട്ടില്ല. അത് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം ആലോചിച്ച് നമ്മുടെ ഹീറോയിൻ നല്ലതുപോലെ കരയുന്നുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് തോമസിനെ അവൾ സംശയിക്കുക വരെ ചെയ്തു. ഈ ഒരു കാടിനകത്തുള്ള പഴയ സ്ഥലമുണ്ടല്ലോ, അതെല്ലാം നല്ലതുപോലെ അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ അപ്പൂപ്പനെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു കേസെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അതേസമയമാണ് മറ്റൊരിടത്ത് എന്തോ ഒരു സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്ന ഒരു സ്ഥലം. അവിടെ കാണിക്കുമ്പോൾ എല്ലാവരും അതിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഏതോ ഒരു ചെറിയ പെൺകുട്ടി എന്തോ കണ്ട് പേടിച്ച് അവൾ പുറകിലോട്ട് ഓടുന്നതും ആളുകളെല്ലാം അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നു. അതേസമയം ആ വഴിക്ക് പോയ നമ്മുടെ ഹീറോയിൻ ഇവിടെ കണ്ടിട്ട് വണ്ടി നിർത്തി എന്താണെന്നറിയാൻ വേണ്ടി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, ബൂജാങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചായക്കടക്കാരൻ, അയാളുടെ തല വെട്ടി അവിടെ കിട്ടിത്തൂക്കിട്ടേക്കുന്നു. ഇതാരാണ് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാണിക്കുമ്പോഴത്തേക്കും കാടിനകത്തെ ആ ഒരു വലിയ പനമരം അത് മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ അവസാനം ആ ഒരു അപ്പൂപ്പനെ കൊന്നത് ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഒന്നുകിലേ ഈ ഒരു കാടിനകത്തെ അംബോഗം എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പ്രേതമായിരിക്കാം അയാളെ കൊന്നത്. കാരണം ഈ തെറ്റ് ചെയ്യുന്നവരെയെല്ലാം ഈ ഒരു അപ്പൂപ്പന്റെ ശരീരത്ത് ആ ഒരു പ്രേതം കയറി അയാളിലൂടെ ബാക്കി എല്ലാവരെയും ആ ഒരു ഗോസ്റ്റ് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു അപ്പൂപ്പന്റെ ആവശ്യം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ആ ഒരു അപ്പൂപ്പനെയും അതുപോലെ തന്നെ കൊന്ന് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടതായിരിക്കാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ കാരണം അകമിന്റെ ആളുകൾ ഈ ഒരു അപ്പൂപ്പനാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കി
അപ്പൂപ്പനെ കൊന്ന് അതുപോലെ തന്നെ അവർ തല വെട്ടി വെച്ചതും ആയിരിക്കാം. ഇതിലേതെങ്കിലും ആയിരിക്കും ഒരു കാരണം. അതെന്താണെന്ന് ഈ ഒരു മൂവിൽ പറയുന്നില്ല. പിന്നെ അവർ പ്രേതമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സീനിൽ കണ്ടിരുന്നല്ലോ, ആ ഒരു ചെറിയ പെൺകുട്ടി കാടിനകത്തിരിക്കുമ്പോൾ പുറകിലൂടെ ആരോ നടക്കുന്നത് പോലെ. അതേപോലെ തന്നെ ആ ഒരു വെള്ളം അനങ്ങുന്നതായിട്ടും എല്ലാം കണ്ടിരുന്നു. കൂടാതെ ഈ ഒരു അപ്പൂപ്പൻ അവസാനം ആ ഒരു ചീഫിനെ കൊല്ലാനായിട്ട് വരുമ്പോൾ അപ്പൂപ്പൻ്റെ ആ ഒരു രീതി, പെട്ടെന്ന് അയാളുടെ പെരുമാറ്റം എല്ലാം മാറിയതുപോലെ കാണിച്ചു. ഇതെല്ലാം കൊണ്ടാണ് ആ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രേതമായിരിക്കാം ഇവരെല്ലാം വിശ്വസിക്കുന്ന ആ ഒരു പ്രേതമായിരിക്കും ഇതെല്ലാം ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ വരാം. അതുവരെയും ബൈ.